ഹലോ നമസ്കാരം. മിനി റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തംബ്നെയിലത്തെ ആദ്യത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്തിനാണ് ഉപേക്ഷിക്കേണ്ടത്, എന്തിനാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്, എന്തിനു വേണ്ടിയാണ് തയ്യാറെടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ റീഡിങ്ങിൽ നോക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടേഴ്സ് ഈ കാണുന്ന നിമിഷം അവരെന്തിനെയാണ് ഉപേക്ഷിക്കേണ്ടത്, എന്താണ് അവരുടെ ജീവിതത്തിൽ നിന്ന് അവർ ഉപേക്ഷിക്കേണ്ടത്. ഓക്കെ, ഇനി എന്തിലാണ് അവർ ശ്രദ്ധ കൊടുക്കേണ്ടത്, ഇപ്പോൾ എന്തിനു വേണ്ടിയാണ് അവർ തയ്യാറെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തിനാ ഉപേക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചാൽ സ്പോണ്ടേനിറ്റി എന്നാ പറയണത്. അതായത് പെട്ടെന്ന് തീരുമാനം എടുക്കുക, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുക, മുന്നേ പിന്നെ ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുത്ത് ആക്ഷൻ എടുക്കുന്ന ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഇപ്പോൾ ഉപേക്ഷിക്കണം. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷന് ഈ സ്പോണ്ടേനിറ്റി അത്രയും നല്ലതല്ല. ഓക്കെ, നിങ്ങളത് അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളത് റിഗ്രറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഭീമമായ നഷ്ടം ഉണ്ടാകാനോ ഒക്കെ ഒരു സാധ്യത കാണുന്നു. അപ്പോൾ ആ ഒരു പരിപാടി നിർത്താം. ഓക്കെ, കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക, അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക, അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ട് എങ്കിൽ അത് ചെയ്യാതിരിക്കാൻ പറയുന്നു. ഇപ്പൊ നിങ്ങൾ ആ ഒരു ടെൻഡൻസി ഉപേക്ഷിക്കുക തന്നെ വേണം. ഓക്കെ, നിങ്ങൾ ഇനി എന്തിനാണ് ശ്രദ്ധ കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ ചിന്തകൾ, അനാവശ്യമായിട്ടുള്ള കുറേ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഇങ്ങനെ കാട് കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ തന്നെ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ ഓരോ ചിന്തകളും നിങ്ങളുടെ യാഥാർത്ഥ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ എപ്പോഴും ഓർക്കുക, ഓക്കെ, നമ്മുടെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ കടന്നു പോകുന്നുണ്ട് ഇല്ലേ? എല്ലാം നമ്മുടെ യാഥാർത്ഥ്യമാകുന്നുണ്ടോ? ഇല്ല, കാരണം നമ്മൾ എല്ലാത്തിനും ശ്രദ്ധ കൊടുക്കുന്നില്ല. നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ കാര്യം ഇന്ന രീതിയിൽ നടക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് ചിലപ്പോൾ ഉടനടി ഇപ്പൊ നമ്മൾ ആൻഷ്യസ് ആയിട്ട് അപ്പോൾ അത് നടക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരും. അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് മൂലം ചില സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ എന്താ പറയാ കയറി വരും. നിങ്ങൾക്ക് ഇവിടെ എന്താ ചെയ്യാൻ പറ്റാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ ഇത് ഒരു സാധാരണ ഒരു ചിന്തയാണ്. ഓക്കെ, എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന എൻ്റെ ജീവിതത്തിനെ ഒരു തരത്തിലും ബാധിക്കാത്ത ഒരു ചിന്ത മാത്രമാണിത്. ഞാൻ അതിനെ ഫോക്കസ് ചെയ്യുന്നില്ല, ഞാൻ അതിൽ എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് എന്നിൽ നിന്ന് ഞാൻ അതിനെ ഉപേക്ഷിക്കുകയാണ് എന്ന് നിങ്ങൾ പറയാം. അതൊരു രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നടക്കാനിരിക്കുന്ന കാര്യത്തെ കുറിച്ചിട്ടാണ് ഈ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവണമെങ്കിൽ അതെൻ്റെ മനസ്സിന്റെ പേടി കൊണ്ട്, എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ആൻസൈറ്റി കൊണ്ട് വന്നിട്ടുള്ള ചിന്ത മാത്രമാണ്. അതല്ല യാഥാർത്ഥ്യം. യാഥാർത്ഥ്യം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയാണോ ആ കാര്യം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അത് പറയാം. ഓക്കെ, അപ്പോ അങ്ങനെ ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഈ നെഗറ്റീവ് ചിന്തകളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ കോൺഷ്യസ്ലി നമ്മൾ 2-3 പ്രാവശ്യത്തെ ചെയ്യേണ്ടി വരും. പിന്നെ ആ പാറ്റേൺ നമ്മുടെ ബ്രെയിൻ പിക്ക് ചെയ്യും. അപ്പൊ പിന്നെ എന്തുണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ തന്നെ അത് മാറും. അത് മാറി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്ത പോകും. മനസ്സിലായോ? അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ള ഒരു സിഗ്നൽ ബ്രെയിനിന് കിട്ടുമ്പോൾ പിന്നെ അത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരില്ല. നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് അതുപോലത്തെ ചിന്തകൾ വീണ്ടും 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 വരുന്നത്. നമുക്ക് നമ്മുടെ ബ്രെയിനിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്തൊക്കെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരണ്ട എന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇന്ന് തുടങ്ങി നാളെ നടക്കില്ല, പക്ഷെ കൺസിസ്റ്റന്റ് നമ്മൾ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കൺട്രോൾ, ആ ഒരു നിയന്ത്രണം നമ്മുടെ ചിന്തകളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിപ്പോൾ അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് നെഗറ്റീവ് തോട്ട്സ് വളരെയധികം മനസ്സിലുണ്ടെന്ന് കാണുന്നു. അതിനെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക, അതിനെ അണ്ടർ കൺട്രോളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം. ഇനി എന്തിനു വേണ്ടി തയ്യാറെടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിയർ ഫ്യൂച്ചറിൽ ഓക്കെ ഒരു എന്താ പറയുക ഒരു ടെമ്പററി ആയിട്ട് ഒരു ഡിസപ്പോയിൻമെന്റ് ഉണ്ടാവുന്നുണ്ട്. ഡിസപ്പോയിൻമെന്റ് തന്നെയാണ് ഓക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് ടെമ്പററി ആണ്. കാരണം വൈകാതെ തന്നെ അതേ മേഖലയിൽ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് ത്രൂ, നിങ്ങൾക്ക് അവിടെ ഒരു സക്സസ്സും ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് അതിലൂടെ പിന്നെ വരുന്നുണ്ട്. ആ ഒരു എന്താ പറയുക സിറ്റുവേഷനിൽ വരുന്നുണ്ട്. ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഈ ഒരു ഡിസപ്പോയിൻമെന്റ്. ഒരു രീതിയിൽ പറഞ്ഞാൽ ആ ഒരു മേഖലയിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കേണ്ട, ഈ ഒരു ജന്മത്തിൽ സംഭവിക്കേണ്ട ടേണിംഗ് പോയിന്റിന്റെ തുടക്കമാണ് ആ ഡിസപ്പോയിൻമെന്റ്. ഓക്കെ, അപ്പൊ അത് സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് നിരാശ ഉണ്ടാകുന്ന രീതിയിലെ കാര്യം സംഭവിക്കുമ്പോൾ
ഒരുപാട് വേദനിക്കുന്ന ഒരു ടെൻഡൻസി, എന്നാൽ അങ്ങനെ സംഭവിച്ചല്ലോ അങ്ങനെ ചിന്തിച്ച് ആ ഒരു ഡിസപ്പോയിൻമെന്റിൽ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാകും. അത് പാടില്ല. നിങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഓക്കെ എൻ്റെ ലൈഫിൽ ഒരു ചേഞ്ച് വരികയാണ്, ഈ മേഖലയിൽ എനിക്കൊരു ടേണിംഗ് പോയിന്റ് ആണ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, അതിനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞു വെക്കുന്നത് ഇത് ടെമ്പററി ആണ്, ഇതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്രേക്ക് ത്രൂ ആണ് ഉണ്ടാകുന്നത്, നിങ്ങൾക്ക് അതിലൂടെ ഒരു ക്ലാരിറ്റി, ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആണ് സംഭവിക്കുന്നത് അതിന് ശേഷം. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഡെസ്റ്റിൻഡ് ആയിട്ടുള്ളതാണെന്ന് പറയുന്നു. ഈ നെഗറ്റീവ് തോട്ട്സിൽ ഒരുപാട് നിങ്ങൾ ഇൻവോൾവ് ആകാതെ നോക്കാൻ പറയുന്നുണ്ട്. ആ ഡിസപ്പോയിൻമെന്റ് സംഭവിക്കുമ്പോൾ ഓക്കെ എനിക്ക് നല്ലതായത് എന്താണോ അതാണ് യൂണിവേഴ്സിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഇത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു നല്ലതായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ടേണിംഗ് പോയിന്റ് പെട്ടെന്ന് ഉണ്ടായത് എന്ന് നിങ്ങൾക്ക് ആ സിറ്റുവേഷനെ കാണാൻ പറ്റണം. ഓക്കെ, അങ്ങനെ കണ്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ വളരെ പെട്ടെന്ന് തന്നെയാണ് ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഷിഫ്റ്റ്, ആ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂ ചാപ്റ്റർ ഈ ഒരു മേഖലയിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് തയ്യാറെടുക്കാൻ പറയുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തുതന്നെയാണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാ നന്മകളും നേരെയാണ്. താങ്ക് യു. ഹലോ മൈ ഡിയർ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പൊ നിങ്ങൾ തംബ്നെയിലത്തെ രണ്ടാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താണ് ഉപേക്ഷിക്കേണ്ടത്, ഓക്കെ, എന്തിലാണ് നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കേണ്ടത്, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ തയ്യാറെടുക്കേണ്ടത്? നിങ്ങൾ എൻഡ് റിസൾട്ടിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നു എന്നാ പറയണത്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഇപ്പോ ഈ മൊമെന്റില്. ഓക്കെ, നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തോ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ എൻഡ് റിസൾട്ട്, അതായത് ഇപ്പൊ നിങ്ങൾ ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അതാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ജോലി കിട്ടണതിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ ആ ചിന്തകളിലാണ് അവിടെ ഇരിക്കുന്നത്. നമ്മൾ കിട്ടിക്കഴിഞ്ഞാലല്ല, അത് കിട്ടും എന്നുള്ളതാണ് ഫസ്റ്റത്തെ തോട്ട്. പിന്നെ നിങ്ങൾ അതിലിങ്ങനെ അതെപ്പോ സംഭവിക്കുക, എപ്പോഴാ ജോലി കിട്ടുക, എപ്പോഴാ ജോലി കിട്ടുക, എപ്പോഴാ ജോലി കിട്ടുക, ഈ ഇങ്ങനെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ കിട്ടില്ല. ഓക്കെ, അതായത് അത് നീണ്ടു പോവും. ആ ഒരു ജേണി നിങ്ങൾ അത്രയും അടുപ്പിക്കും. അപ്പൊ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷനിൽ വിശ്വാസം ഉണ്ടാവില്ല, സ്പിരിച്വാലിറ്റിയിൽ വിശ്വാസം ഉണ്ടാവില്ല, എല്ലാം കള്ളാണ് എന്നൊക്കെ പറയാൻ തോന്നും. പക്ഷെ അവിടെ ആരെയാണ് റെസ്പോൺസിബിൾ? നിങ്ങൾ തന്നെയാണ് റെസ്പോൺസിബിൾ. ഓക്കെ, നമ്മുടെ തോട്ട്സ് ആണ് ക്രിയേറ്റ് ചെയ്യുക നമ്മുടെ റിയാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും വെയിറ്റ് ചെയ്താൽ നമ്മൾ എപ്പോഴും അതിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പൊ എന്താ ഇവിടെ വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ എൻഡ് റിസൾട്ടിൽ ഫോക്കസ് ചെയ്യുന്ന പരിപാടി നിർത്തുക. അതെപ്പോ സംഭവിക്കും എന്നുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, അത് നിർത്തുക. അതിലേക്ക് എത്താൻ നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കണമോ അതിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതാണ് രണ്ടാമത്തെ കാർഡ് പറയുന്നത്. വളരെ കണക്റ്റഡ് ആണ്. അപ്പോൾ എൻഡ് റിസൾട്ടിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു ടെൻഡൻസി നിങ്ങൾ ഉപേക്ഷിക്കണം. നിങ്ങൾ എന്തിലും ശ്രദ്ധ കൊടുക്കണം? നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ, നിങ്ങളുടെ യാഥാർത്ഥ്യമാക്കുന്നതിന് നിങ്ങൾ എന്തൊക്കെ ചെയ്യണമോ, നിങ്ങളുടെ ആക്ഷൻസ് എന്താണോ അത് കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു തരത്തിലുള്ള കുറവുകളില്ലാതെ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്. അവിടെയാണ് നിങ്ങളുടെ കംപ്ലീറ്റ് ശ്രദ്ധ ആയിരിക്കേണ്ടത്. ഇതൊരു സ്പെസിഫിക് മാനിഫെസ്റ്റേഷനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെയാണ് നിങ്ങളുടെ കംപ്ലീറ്റ് ശ്രദ്ധ ആയിരിക്കേണ്ടത്. അതിനു വേണ്ടി ആ ഗോൾ, ആ ഒരു ഡ്രീം നിങ്ങളുടെ റിയാലിറ്റി ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ട റിസോഴ്സസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കൃത്യമായി ഉപയോഗിക്കുക, ആ ആക്ഷൻസ് എടുക്കുക, പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ ആ ആക്ഷൻസ് എടുക്കുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ യാഥാർത്ഥ്യമാവും. ആ ഒരു പ്രതീക്ഷയോടാണ് ചെയ്യേണ്ടത്. അതായത് ഇത് എന്തായാലും സംഭവിക്കും, എന്തായാലും നടക്കും, എന്തായാലും എനിക്ക് ആ ജോലി കിട്ടും, ഫോർ എക്സാമ്പിൾ, എന്തായാലും എനിക്ക് അത് സംഭവിക്കും, എന്തായാലും അങ്ങനെ ഉണ്ടാവും, എന്തായാലും എൻ്റെ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യും, എന്തായാലും എൻ്റെ ബിസിനസ് ഫ്ലറിഷ് ചെയ്യും. ഇപ്പോൾ ഓൾറെഡി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ എന്നാണത് ഫ്ലറിഷ് ചെയ്യുക, എന്നാ എനിക്ക് ഇത്രയും സെയിൽസ് ഉണ്ടാവുന്നല്ല, അതുണ്ടാകും. എന്നിട്ട് നിങ്ങൾ അതിന് വേണ്ടി ഇപ്പം എന്താ ചെയ്യേണ്ടത്? അത് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ എന്തിനു വേണ്ടി തയ്യാറെടുക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സന്തോഷം നൽകുന്ന എന്തോ ഒന്ന് നിയർ ഫ്യൂച്ചറിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, 10 of Cups ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് അത്രമേൽ സന്തോഷം നൽകുന്ന എന്തോ ഒന്ന്, ഒരു വാർത്തയായിരിക്കാം നിങ്ങൾ കേൾക്കുന്നത്. ഓക്കെ,
ഒരു അതെ അങ്ങനെ സംതിങ് ഈസ് അറൈവിങ് ഫാസ്റ്റ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിലാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ വാർത്ത കേൾക്കുന്നത്. അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരുപോലെ സന്തോഷവും സംതൃപ്തിയും തരുന്നതാണ്. അതായത് വളരെയധികം സന്തോഷവും സംതൃപ്തിയും തരുന്നതാണ്. അതിനെ ആ ഒരു സന്തോഷം സംതൃപ്തി ഉണ്ടാകുമ്പോൾ ആ മൊമെന്റിലായിക്കൊണ്ട് അതിനെ എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അതിന് നിങ്ങൾ തയ്യാറെടുക്കുക. അതിനെ സ്വീകരിക്കുന്നതിന്, ആ മാറ്റത്തിനെ അല്ലെങ്കിൽ ആ വാർത്തയെ സ്വീകരിക്കുന്നതിന് രണ്ട് കൈ നീട്ടി പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നതിന് തയ്യാറാകുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എൻഡ് റിസൾട്ടിൽ, നമ്മളിവിടെ സംസാരിച്ച പോലെ എൻഡ് റിസൾട്ടിൽ ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ ആക്ഷൻസ് കൃത്യമായി എടുക്കുമ്പോൾ നിയർ ഫ്യൂച്ചറിൽ തന്നെ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാം. മനസ്സിലായോ? അങ്ങനെയും ആകാം. പക്ഷെ ഞാൻ പറയുന്നു, നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അത്രമേൽ, നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും അത്രയും സന്തോഷം നൽകുന്ന ഒരു കാര്യം, അതൊരു വാർത്തയായിട്ടാവും നിങ്ങൾക്ക് കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അത് വന്നു ചേരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് അത്രയും സന്തോഷം നൽകുന്നതാണ്. അപ്പൊ അതിനെ പൂർണ്ണമായി സ്വീകരിച്ച് ആ സന്തോഷത്തിലാകുന്നതിനും ആ ഒരു സന്തോഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നതിനും വേണ്ടി നിങ്ങൾ തയ്യാറാകണം. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെയാണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.